ഇരുമ്പുൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയർ യൂണിറ്റ് അസോസിയേഷൻ പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സി സുകുമാരൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ സാമഗ്രികളുടെ വിലവർധനവിൽ പ്രതിഷേധിച്ച് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയർ യൂണിറ്റ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. നിർമ്മാണ സാമഗ്രികളുടെ വിലവർധനവിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം സി സുകുമാരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സാധനം വാങ്ങാൻ കൊട്ടേഷൻ ചെന്ന് വരുമ്പോൾ വേറൊരു വിലയും, അത് നേരിട്ട് വാങ്ങാൻ ചെല്ലുമ്പോൾ വേറൊരു വിലയും, ദിനം പ്രതി ഇന്ന് വാണം പോലെ ഇതിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയെ, ഈ അസംഘടിത മേഖലയെ, അതിലെ ആ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണവും ആ തൊഴിലുൽപ്പന്നങ്ങൾക്ക്, ആ തൊഴിലാളികളുടെ തൊഴിൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിനെതിരെ അല്ലെങ്കിൽ ആ വിലക്കയറ്റം പിടിച്ചിരുത്തുന്നതിനെതിരെ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ മേഖലയെ തരിപ്പണമാക്കുന്നതിന് വേണ്ടി, ഈ മേഖലയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭരണകൂടം ഈ രീതിയിലേക്ക് ഇതിനെ നേരിടുമ്പോൾ ഈ തൊഴിലാളികൾക്ക് ഈ സമരമാർഗമല്ലാതെ വേറൊരു വഴിയുമില്ല എന്നുള്ളതാണ് സംസ്ഥാന ജില്ലാ കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇതുപോലെയുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങളിൽ ഇവിടെ ഇവർ പറയുന്നത് സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യണം, ആ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ വേണ്ട സമയത്ത് ലഭ്യമാവുകയും ന്യായമായ വിലയിൽ അത് ലഭ്യമാവുകയും ചെയ്യണമെന്നാണ്, ന്യായമായ ആവശ്യമാണ് ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് മുരളി മോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഒ സതീഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വാസുദേവൻ, ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് നിഷാദ് മോൻ, സെക്രട്ടറി സത്യബാലൻ, കെ സി അഷ്റഫ്, കെ പി രാമൻകുട്ടി, ബ്ലോക്ക് ട്രഷറർ സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗൾഫ് മേഖലയിലെ യുദ്ധത്തിന്റെ പേരും പറഞ്ഞ് കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് വിപണിയിൽ 40% കൂടുതൽ വില കയറ്റി നിർമ്മാണ മേഖലയെ തകർക്കുന്ന സമീപനമാണ് കമ്പനികൾ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സിഡ്കോ പോലുള്ള സർക്കാർ ഏജൻസികൾ വഴി ഈ മേഖലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകണമെന്നും ജില്ലാ പ്രസിഡന്റ് മുരളി മോഹൻ ആവശ്യപ്പെട്ടു. ഈ ഇരുമ്പുൽപ്പന്നങ്ങൾ, അതായത് നമ്മുടെ അസംസ്കൃത വസ്തുക്കളായ GP പൈപ്പ്, MS ആംഗ്ലർ, ഇതൊക്കെ അനധികൃതമായിട്ടുള്ള വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട്, അതായത് നമ്മളെ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ മറവില് കുത്തക കമ്പനികളായിട്ട് ഈ ഉൽപാദകര് 75-80 രൂപ ഉണ്ടായിരുന്ന പൈപ്പിന് ഇന്ന് മാർക്കറ്റിൽ 105 രൂപ വിലയാണ്. അതുപോലെ തന്നെ മറ്റ് PVC ഫിറ്റിങ്സ്, അതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റം കാരണം ഈ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ പോസ്റ്റ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.